സുഗമോദേവി സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹരിവക്കീലാണെങ്കിൽ നന്ദനോട് പറയുന്നുണ്ട്, അധിക നാളൊന്നും നീ എന്റെ മുന്നിൽ പൊട്ടം കളിക്കാമെന്ന് കരുതണ്ട. അതിനെ ഞാൻ പൊട്ടനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് തുറന്നു പറയും നന്ദു എന്ന് പറയുമ്പോൾ ദേവികയോട് ദേഷ്യപ്പെട്ട് നന്ദനും പോവുകയാണ്. പിന്നീട് ശാരികയാണെങ്കിൽ ഗിരിയുടെ അമ്മയോട് തന്റെ അച്ഛന്റെ സുഖവിവരങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ MLAക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ച് രജനിയാണെങ്കിൽ വഴക്ക് വിളിക്കുക. ഏത് MLAയുടെ കാര്യ ചേച്ചി ചോദിക്കുന്നത്? നീ എന്താടി എന്നെ കളിയാക്കണമെന്ന് ചോദിച്ചുകൊണ്ട് തിരിച്ചടിക്കുന്നു രജനി. എന്തായാലും അവിടെ ഒരു വഴക്ക് നടക്കുന്നുണ്ട്. ഈ സമയം ഗിരിയുടെ അമ്മ പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാക്കാതെ ഒന്ന് മിണ്ടാതിരിക്കാനായിട്ട്. പിന്നീട് അവിടേക്ക് ഗിരിയും എത്തുന്നുണ്ട്. അങ്ങനെ ശാരി അവിടെ നിന്നും യാത്ര പറഞ്ഞു പോവുകയാണ്. പിന്നീട് കെവിനാണെങ്കിൽ ഋഷിയുടെ വീട്ടിൽ ചെന്നുണ്ടായ സംഭവങ്ങളൊക്കെ തന്നെ വന്ന് ഐസക്കിനോടും ഇസബല്ലയോടും പറയുമ്പോൾ അരുന്ധതി മേഡം നന്നായി പേടിച്ചിട്ടുണ്ട്. അവരിനി പേടിച്ച് എല്ലാ സത്യങ്ങളും തുറന്നു പറയുമോ എന്നാണ് എൻ്റെ ഒരു പേടി എന്നിങ്ങനെ ഇസബല്ല പറയുമ്പോൾ അത് അങ്ങനെ വരാൻ തന്നെ ചാൻസ് ഉണ്ട്. കാരണം അങ്ങനെ ഒരു ഷോയാണ് ഹരി അകത്ത് കയറി നടത്തിയിരിക്കുന്നത്. അപ്പൊ പിന്നെ അവർ പേടിക്കുന്നതിൽ കാര്യമുണ്ട്. എങ്കിലേ മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. ചന്ദ്രോത്ത് വീട്ടിൽ നിന്നും ഒരു ഷോ നടത്താനായിട്ട് ഹരി പോയതുപോലെ തന്നെ അവിടേക്കും ഒരാൾ പോണം. ബെല്ല എന്തീ പറയുന്നത്? നമുക്കേ ബുദ്ധി കൊണ്ട് കളിക്കാമെന്ന് പറഞ്ഞ ഇസബല്ലയാണെങ്കിൽ ചില പ്ലാനിങ് ഒക്കെ ഇടുകയാണ്. പിന്നീട് അരുന്ധതി ആണെങ്കിൽ ഓരോന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ ഋഷി അരുന്ധതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അമ്മ എന്താ ആലോചിക്കുന്നത്? അവിടെ നിന്നും ഹരി വന്നതിന് ശേഷം അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണല്ലോ. എങ്ങനെ ടെൻഷൻ അടിക്കാതെ ഇരിക്കും? സ്വന്തം മോനെ കാണാതെയായിട്ട് ഒട്ടും വിഷമമില്ലാത്ത അമ്മയായിട്ടാണ് ഞാൻ അവിടെ ചിത്രീകരിക്കപ്പെട്ടത്. അവരിനി അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അടുത്ത സ്റ്റെപ്പ് ഇടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഇടാതിരിക്കാനായിട്ട് ഒരു കാര്യം നമ്മൾ അങ്ങോട്ട് ചെയ്യണം. ഇങ്ങോട്ട് എങ്ങനെയാണോ അടിച്ചത് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കണം. നീ എന്തൊക്കെയാ ഋഷി പറയുന്നത്? ചന്ദ്രത്തിൽ നിന്നും ഇങ്ങോട്ടൊരാൾ വന്നില്ലേ, അതുപോലെ അമ്മ അങ്ങോട്ട് നാളെ പോകണം. ഞാനോ? എന്തിന്? എനിക്കെങ്ങനെ ചന്ദ്രത്തെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ കഴിയും? അവരുടെ ഭാഗത്താണ് ന്യായം. അമ്മയ്ക്കിപ്പോ പ്രഭാവതിയായിട്ട് ഭയങ്കര കമ്പനിയാണെന്നൊക്കെ അറിയാം. പക്ഷെ എനിക്ക് വേണ്ടി അമ്മ ഇത് ചെയ്തേ മതിയാകൂ. അവിടെ പോയിട്ട് അമ്മ ബഹളം വെക്കണം, വഴക്കുണ്ടാക്കണം. എന്റെ മകനെ എന്തിനാ കൊന്നെന്ന് ചോദിച്ചുകൊണ്ട്. ഋഷി, നീ എന്തൊക്കെയാ പറയുന്നത്? അതെ അമ്മേ, അമ്മ ഇത് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ നാളെ ഞാൻ ജീവനോട് ഉണ്ടാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി അവിടെ നിന്നും പോകുന്നു. അങ്ങനെ അരുന്ധതി അതിനും വഴങ്ങി കൊടുക്കുകയാണ്. പിന്നീട് മാധവനാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ രാധികയും ശാരികയും ചേർന്ന് അയാളെ സമാധാനിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അവിടേക്ക് ദേവിക വരികയാണ്. എന്താ അച്ഛന്റെ പ്രശ്നം? മുറിവുണങ്ങി, സാമ്പത്തികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല, പിന്നെ ഇപ്പൊ എന്താ അച്ഛന്റെ പ്രശ്നം? എന്റെ പ്രശ്നം നീയാണെന്ന് പറയുമ്പോൾ എന്ത്? അത് നീയും നന്ദനും ഇങ്ങനെ പിരിഞ്ഞിരിക്കരുത്, നിങ്ങൾ ഒന്നാകണം എന്നൊക്കെ പറയുമ്പോൾ അച്ഛന് ഞാനിവിടെ ഇരിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി. ഞങ്ങൾ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ട്. അത് മറ്റാർക്കും മനസ്സിലാവണമെന്നില്ല. പക്ഷെ ഭാര്യയായിട്ടുള്ള എനിക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അച്ഛന് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ബുദ്ധിമുട്ടാണെന്നൊക്കെ ചോദിക്കുമ്പോൾ മോൾ എന്തൊക്കെയാ പറയുന്നത്? എങ്കിൽ അച്ഛൻ ഈ കാര്യം എന്നോട് ഇനി ആവർത്തിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ദേവിക അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ശാരികയാണെങ്കിൽ അവരെ വഴക്ക് പറയുകയാണ്. ചേച്ചിയുടെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്കുന്നുണ്ടോ നിങ്ങൾ? ചേച്ചി ഒരു ഭാര്യയാണ്, അത് നന്ദേട്ടന്റെ ഭാര്യ. ഇങ്ങനെയൊക്കെ ഒരു ഭർത്താവ് ചെയ്താൽ ആരെ സഹിക്കുക? അതുകൊണ്ട് ചേച്ചിയോട് ഇക്കാര്യം പറയരുതെന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയാണ്. പിന്നീട് ഇസബല്ലയാണെങ്കിൽ കെവിനോട് പറയുന്നുണ്ട്, ചന്ദ്രത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് എന്നെ അറിയിക്കണം. ചന്ദ്രത്തും ഋഷിയുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും അത് പിന്നെ ബെല്ലയെ ഞാൻ അറിയിക്കുമല്ലോ. ഞാനല്ലാതെ പിന്നെ ആരെ ബെല്ലയോട് ഇതൊക്കെ പറയുന്നത്? എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് അറിയിക്കും. അല്ല, അതെങ്ങനെ കൃത്യമായിട്ട് അറിയിക്കാൻ കഴിയുക? നിനക്കതിന് ആരായിട്ടെങ്കിലും അവിടെ ബന്ധമുണ്ടോ? അല്ല, പ്രഭാവതി ആന്റി ഉണ്ട്, പിന്നെ നന്ദനെ ഇടയ്ക്ക് വിളിക്കുമല്ലോ, ദേവികൊക്കെ ഉണ്ടല്ലോ. അതിന് അവരായിട്ട് വലിയ കമ്പനിയൊന്നും ഇല്ലല്ലോ. അല്ല, നന്ദൻ വിളിക്കാറുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. കെവിനെ, നീ എന്നെ ചതിക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ? എനിക്കെന്തോ അങ്ങനെയൊക്കെ തോന്നുന്നു. ബെല്ല, അതെന്താ അങ്ങനെ പറഞ്ഞു? കൂടെ നിന്ന് എന്നെ ചതിച്ച് വിധിക്ക് വിട്ടുകൊടുക്കാനാണ് നിന്റെ പ്ലാനെങ്കിലേ ബെല്ല സഹിക്കില്ല. ബെല്ല, ഞാൻ അങ്ങനെ ചതിക്കോ? മനസ്സുകൊണ്ട് പോലും നിന്നെ ചതിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേന്ന് ചോദിക്കുമ്പോൾ എടാ എന്നെ ചതിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് വന്നാൽ എനിക്ക് BP കയറും. അത്രയായിട്ട് ഇത് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ബെല്ലയാണെങ്കിൽ ആ ഒരു സീൻ അങ്ങോട്ട് കട്ട് ചെയ്ത് വിടുകയാണ്. അങ്ങനെ കെവിൻ ആണെങ്കിൽ നിന്ന് പരുങ്ങുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്നും പോകുന്നു. പിന്നീട് ഋഷി ആവശ്യപ്പെട്ടതുപോലെ തന്നെ പ്രഭാവതിയെ ഞെട്ടിച്ചുകൊണ്ട് അരുന്ധതിയാണെങ്കിൽ ചന്ദ്രോത്ത് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. പ്രഭയാണെങ്കിൽ ആ കാഴ്ച കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ്. എന്തായാലും അരുന്ധതി വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.